പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിയാണെങ്കിൽ നയന അവാർഡ് വാങ്ങിച്ച് നിൽക്കുന്ന ഫോട്ടോ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണേ. അപ്പോൾ അനാമിക അവിടേക്ക് വന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനാമിക വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് എന്താ ഫോട്ടോ കണ്ടിട്ട് മതിയാവുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പം അനി പറയുന്നുണ്ടായിരുന്നു, എന്ത് ഭംഗിയായി ഫോട്ടോ കാണാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ ടി വിയിൽ കാണിച്ചായിരുന്നല്ലോ ഇതൊക്കെ, അപ്പം എന്താ ടി വിയിൽ വന്ന് കണ്ടുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കണ്ടതാണെന്ന് പറയട്ടോ. എന്നിട്ടും മതിയാവായിട്ടായിരിക്കും ആ ഫോട്ടോ തന്നെ നോക്കി നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അനാമിക അങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ ടി വിയിൽ ന്യൂസ് കണ്ടു എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നിന്റെ വല്യമ്മേനെ നീ അതിലെവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വല്യമ്മ ഇങ്ങനെ ഫംഗ്ഷന് പങ്കെടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടാണല്ലോ ഏട്ടത്തി അവാർഡ് വാങ്ങിച്ചത് എന്ന് പറയാണ്. അപ്പം നിന്റെ വല്യമ്മേനെ നീ അവിടെ എവിടെയും കണ്ടില്ലല്ലോ, അപ്പം അന്തസ്സുള്ളവർ അങ്ങനെയാടാ, ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പങ്കെടുക്കില്ല. പിന്നീട് അനാമിക പറയാണ്, അവൾക്ക് ഏത് 4ാം കിട അവാർഡ് കിട്ടിയാലും അവളത് പോയി വാങ്ങിക്കും എന്ന് പറയാം കേട്ടോ. ഈ അവാർഡ് തന്നെ ആദർശേട്ടനെ അവൾക്ക് തരപ്പെടുത്തി കൊടുത്തതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പോരാത്തതിന് ഇങ്ങനെ വല്യമ്മയുടെ കൂട്ടുകാരിയുടെ മകളും കൂടിയാണല്ലോ ആൻമരിയ, അവരാണെങ്കിൽ ചാനലിലും ആണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ജ്വല്ലറിയുടെ പരസ്യമൊക്കെ അവർക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ടല്ലോ. ആ ഒരു ഇതിലൊക്കെ ആദർശേട്ടൻ തരപ്പെടുത്തി കൊടുത്തതായിരിക്കും അവൾക്ക് ഈ അവാർഡ് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി മറ്റാരുടെയും കാല് പിടിക്കുന്ന ഒരാളല്ല എൻ്റെ ഏട്ടൻ എന്ന് പറയട്ടോ. പിന്നീട് അനി പറയുന്നുണ്ടായിരുന്നു, നമുക്ക് അർഹിക്കുന്നത് മാത്രം കൈ നീട്ടി വാങ്ങണം എന്നാണ് മുത്തശ്ശി ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ, 2 മരുമക്കൾ ഈ വീട്ടിലേക്ക് കയറി വന്നതോടുകൂടി നിന്റെ മുത്തശ്ശിൻ്റെ ചിന്തകളും എല്ലാം തന്നെ കാലഹരണപ്പെട്ടുപോയി എന്ന് അനാമിക പറയാൻ. അതുകൊണ്ട് ഇനി അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പം എന്തായാലും നിന്റെ ഏട്ടത്തി അവാർഡ് വാങ്ങിച്ചതല്ലേ, ഇനിയിപ്പോൾ അത് ചൂടോടുകൂടി തന്നെ അവളുടെ അനിയത്തിക്കും അയച്ചു കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കാണെങ്കിലും ആകെ ദേഷ്യം വരികയാണ്. അപ്പം അനി പറയുന്നുണ്ടായിരുന്നു, കഴിവ് കെട്ട നീ എൻ്റെ കഴിവുള്ള ഏട്ടത്തിനെ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അനുസരിക്കാനും നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പം ആ സമയത്ത് അനാമിക അനിയനോട് പറയുന്നുണ്ടായിരുന്നു, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ സ്ഥാനം പോലും ഞാൻ നിന്റെ ഏട്ടത്തിമാർക്ക് കൊടുക്കില്ല എന്ന് പറയട്ടോ. അപ്പം അതും കൂടെ കേൾക്കുമ്പോൾ എനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പം അനി തിരിച്ചും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് നയനയ്ക്കാണെങ്കിൽ ഓഫീസിലേക്ക് പോകണമല്ലോ, അതുകൊണ്ട് വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് 2 പേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നയനോട് ആ വണ്ടിയിൽ തന്നെ ഓഫീസിലേക്ക് പോകാനായിട്ട് പറയുകയാണ് കേട്ടോ. ദേവയാനി വേറെ വണ്ടി വരാൻ പറഞ്ഞിട്ട് അതിൽ കയറി പോയിക്കോളാം എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അത് വേണ്ട അമ്മേ, ഞാനൊരു ഓട്ടോയിൽ പോയിക്കോളാം എന്ന് പറയട്ടെ. അപ്പോൾ ദേവയാനി സമ്മതിക്കുന്നില്ല. ആദർശം എന്തായാലും മോളെ അവിടെ കാത്തിരിക്കുകയല്ലേ, ഇനിയിപ്പോൾ അവന് സംശയം കൊടുക്കാൻ ഇടയാക്കണ്ട, അതുകൊണ്ട് മോൾ ഈ വണ്ടിയിൽ തന്നെ പോയിക്കോ, അമ്മയ്ക്കൊന്ന് ക്ഷേത്രത്തിൽ പോകണം, ഇന്നിങ്ങനെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്, അതുകൊണ്ട് ഒന്ന് ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെ അവിടെ കാണിക്കയിടണം എന്നൊക്കെ പറയാം കേട്ടോ. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ നട തുറന്നിട്ടില്ലെങ്കിലും എനിക്ക് അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എനിക്കും കൂടെ അമ്മയുടെ കൂടെ വരായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല, എന്തായാലും ആദർശ് മോളെ അവിടെ കാത്തു നിൽക്കല്ലേ, അതുകൊണ്ട് മോള് ഈ വണ്ടിയിൽ തന്നെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നയനേനെ ആ വണ്ടിയിൽ തന്നെ കയറ്റി ഓഫീസിലേക്ക് വിടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നയന ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കിട്ടിയ മൊമെൻ്റൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദർശ് അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരു ചുംബനമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അവാർഡിനെ മാത്രം ചുംബിച്ചാൽ പോരല്ലോ, അത് വാങ്ങിയ ആൾക്കും അതിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ട് നയനയുടെ നെറ്റിലൊരു ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് അതിനുശേഷമാണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ അവാർഡ് കിട്ടിയപ്പോൾ നീ എന്നെ മറന്നു അല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് ആദർശേട്ട അവിടെ അവരിങ്ങനെ പാർട്ടി നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൽ പങ്കെടുക്കാതെ പോരുന്നത് മോശമല്ലേ, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയേ. അപ്പോൾ അമ്മ അതിലൊന്നും പങ്കെടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അവാർഡ് വാങ്ങിക്കുന്നവരെ അവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ കണ്ടില്ല അമ്മേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അമ്മ നീയും കൂടെ നല്ല ബന്ധത്തിലായിരുന്നെങ്കിൽ അമ്മയ്ക്കും ഇന്നിങ്ങനെ തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു തന്നെയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അമ്മേനെ നിർബന്ധിച്ചല്ലേ ആ ഫംഗ്ഷന് കൊണ്ടുപോയത്, അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ അമ്മയ്ക്ക് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അവാർഡ് വാങ്ങിച്ച ശേഷം ഞാൻ അമ്മേനെ അവിടെ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ ഇപ്പോൾ വലിയൊരു ഡിസൈനറായി, അതുപോലെ തന്നെ അവാർഡും വാങ്ങിച്ചു, പക്ഷേ എനിക്ക് അതിനേക്കാളേറെ സന്തോഷം ഉണ്ടാക്കുന്നത് നീയും അമ്മയും തമ്മിൽ ഇങ്ങനെ ഒന്നിക്കുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നിനക്ക് നല്ല ബുദ്ധിയല്ലേ, നിനക്ക് അതിനൊന്ന് ശ്രമിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നയനയോട്. അപ്പോൾ നയന പറയും, അത് മാത്രം ആദർശേട്ടൻ പറയരുത്, ആ കാര്യത്തിൽ ഞാൻ തോറ്റുപോയി, വേറെ എന്തോ ആദർശേട്ടൻ പറഞ്ഞോ ഞാനത് കേൾക്കാമെന്ന് പറയാണ് കേട്ടോ. ഇനിയിപ്പോൾ അമ്മേൻ്റെ മനസ്സ് മാറ്റാനൊന്നും പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നയനയാണെങ്കിൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ആദർശിൻ്റെ മുന്നിൽ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ എനിക്കിങ്ങനെ വിളിച്ച് പറയാൻ തോന്നും, നീയാണ് അമ്മേനെ സഹായിച്ചതെന്നുള്ളതൊക്കെ, പിന്നെ ഞാൻ അങ്ങനെ നിയന്ത്രിച്ച് നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അതുപോലെ അങ്ങ് നിന്നാൽ മതി, അമ്മ ഒരിക്കലും ഈ സത്യം അറിയരുത്, ഇനിയിപ്പോൾ അമ്മ സത്യം അറിഞ്ഞാലും വലിയ പ്രയോജനം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് അതിനുശേഷം അങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നീ അവാർഡ് വാങ്ങിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ് ഇവിടെ എല്ലാവരും, നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നയനേനെ വിളിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ.
അബിയാണെങ്കിലും എന്തോ ഫയൽ ഇങ്ങനെ പവിത്രയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ നയന കിട്ടിയ മൊമെന്റും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. എന്നിട്ട് അവിടെ എല്ലാവർക്കും അത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പവിത്രയാണെങ്കിലും അത് വാങ്ങിച്ചിട്ട് നോക്കുകയൊക്കെ ചെയ്യാണ്. പിന്നീട് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് തന്നെ ഇങ്ങനെ അവരുടെ ജ്വല്ലറിക്ക് ഒക്കെ ഒരു പരസ്യം തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പവിത്ര പറയുന്നുണ്ടായിരുന്നു. അബിയാണെങ്കിലും ഈ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നത് അമ്മ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്നാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ കമ്പനിക്ക് ഇതുപോലെയുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ അന്ന് സെയിൽസിലായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ ഇതിങ്ങനെ മികച്ച ഡിസൈനർക്കുള്ള അവാർഡ് എൻ്റെ ഭാര്യയിലൂടെ നമ്മുടെ കമ്പനിക്ക് കിട്ടുമ്പോൾ അതിനിങ്ങനെ ഒരു ഇരട്ടി സന്തോഷം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും പവിത്ര ഇങ്ങനെ അതിങ്ങനെ കമ്പനിക്ക് നേട്ടം തന്നെയാണെന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ നയന മാത്രം ഇങ്ങനെ കമ്പനിക്ക് നേട്ടം ഉണ്ടാക്കിയ പോരാ, നിങ്ങളെല്ലാവരും അതിന് വേണ്ടി ശ്രമിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് കിട്ടിയ അവാർഡ് എല്ലാവരെയും കാണിക്കാനായിട്ട് ഇങ്ങനെ പറയുകയാണ് നയനയോട്. അപ്പോൾ നയന അത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും. അപ്പോൾ അബിയുടെ മുഖത്തൊരു സന്തോഷമില്ല. അപ്പോൾ അത് കാണുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താടാ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ എനിക്കൊരു സന്തോഷക്കുറവില്ലല്ലോ, എനിക്ക് നല്ല സന്തോഷമുണ്ട്, നമ്മുടെ ജ്വല്ലറി തന്നെയല്ലേ ഏട്ടത്തിയിലൂടെ വളരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. എനിക്ക് നല്ല സന്തോഷം തന്നെയാണെന്ന് പറയും. അപ്പോൾ എന്തായാലും അങ്ങനെ വളരുന്ന കമ്പനീനെ നീ ഇങ്ങനെ താഴേക്ക് ഇടാതിരുന്നാൽ മതി എന്നൊക്കെ ആദർശ് ആ സമയത്ത് പറയുകയാണ് കേട്ടോ. പിന്നീട് നൈനി ആദർശ് അങ്ങ് പോകുന്ന സമയത്ത് അബിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പവിത്രയാണ് കേട്ടോ ചോദിക്കുന്നത്, ഇങ്ങനെ സാറിൻ്റെ വൈഫിന് ഇതുപോലത്തെ കഴിവൊന്നും ഇല്ല എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, അവൾ ഇതിലും വലിയ ഡിസൈനറാണ്, ഒരു കുടുംബം എങ്ങനെ തകർക്കാന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതിൽ അവൾ നല്ല മിടുക്കിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേറൊരു സ്റ്റാഫ് എന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, അതല്ല പറഞ്ഞത് നയന മേഡം ഇങ്ങനെ മാഡത്തിന്റെ അച്ഛന്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു കഴിവൊക്കെ പഠിച്ചെടുത്തതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത മകൾക്കും അങ്ങനെ ഒരു കഴിവുണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവളുടെ കഴിവ് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്ന് പറയൂ കേട്ടോ. ഇനിയിപ്പോൾ 7ാം മാസമായി അവളെ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും ഇങ്ങനെ അബി പറയാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്ന മാഡം പിന്നെ ഒരു കുഞ്ഞിനെയൊക്കെ ആയിട്ടായിരിക്കുമല്ലോ തിരിച്ചു വരുന്നതെന്നൊക്കെ ഇങ്ങനെ പവിത്ര പറയുന്ന സമയത്ത് അബി പറയുന്നുണ്ടായിരുന്നു, ഒരു 50,000 ശമ്പളം വാങ്ങുന്ന ഞാൻ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെയും അമ്മേനെയും പോറ്റുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് ഇങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് ജാനകിയും ജലജയും ഭയങ്കര ചർച്ചയിലാണ്. ഇനിയിപ്പോൾ നയനയ്ക്ക് അവാർഡൊക്കെ കിട്ടിയോണ്ട് ആദർശ് അതിന്റെ പേരിൽ ഇവിടെ വല്ല ഫംഗ്ഷൻ നടത്തുമെന്നാണ് എൻ്റെ പേടി. അങ്ങനെ നടത്തുകയാണെങ്കിലും നടത്തട്ടെ, ഞാൻ അതിൽ പങ്കെടുക്കില്ല എന്ന് ജലജ പറയൂട്ടോ. അപ്പോൾ ജാനകിയും പറയുന്നുണ്ടായിരുന്നു, പിന്നെ ഞാനാണോ പങ്കെടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ദേവയാനി അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ തന്നെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മളെ കാത്തിരുന്ന ആള് വന്നല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ ദേവയാനി അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ ജലജ പറയുന്നുണ്ടായിരുന്നു, അവളെ അവാർഡ് വാങ്ങിക്കുന്നതെല്ലാം ഞങ്ങൾ TV-യിൽ കണ്ടു, അവളെ കുറിച്ച് ആൻമരി എന്തൊക്കെയോ അങ്ങ് പറയുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഏട്ടത്തി ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ എങ്ങനെയാ നിന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവളെ അവാർഡ് വാങ്ങിക്കാൻ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടുന്ന് പോന്നു എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടോണ്ടാണ് കേട്ടോ മുത്തശ്ശി അവിടേക്ക് വരുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അതൊട്ടും ശരിയായില്ല ദേവയാനി എന്ന് പറയൂ കേട്ടോ. നിന്റെ മരുമകൾ നിനക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു അവസരങ്ങളാണല്ലോ ഉണ്ടാക്കി തരുന്നത്, അപ്പൊ നീ അവിടുന്ന് പോയത് ഒട്ടും ശരിയായില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ദേവയാനിനെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ജാനകിയും ജലജയ്ക്ക് അതിനെ സപ്പോർട്ട് ചെയ്താണ് കേട്ടോ. ഏട്ടത്തി എങ്ങനെയാ അവിടെ നിൽക്കുന്നത്, അവളുടെ ഒരു വാശിയായിരുന്നല്ലോ ഏട്ടത്തി ആ ഫംഗ്ഷന് പങ്കെടുക്കണം എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നീട് ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഏട്ടത്തിയുടെ മരുമകള് ഏട്ടത്തിനേക്കാളും മുകളിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും അവൾ ഇവിടെ പിടിമുറുക്കി കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ പിടിമുറുക്കിയെങ്കിൽ അതെല്ലാം നയനമോളുടെ മിടുക്കൊണ്ട് തന്നെയാണ്, മോളിങ്ങനെ എല്ലാവരെയും സ്നേഹിച്ചാണ് കീഴ്പ്പെടുത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അപ്പോൾ അതിനുശേഷമാണെങ്കിലും അപ്പോൾ അതിലിങ്ങനെ നിങ്ങൾ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ മുത്തശ്ശി സംസാരിക്കുന്നത്. പിന്നീട് അത് മാത്രമല്ല ഇങ്ങനെ മുത്തശ്ശിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ ദേവയാനി ആ അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് അവിടുന്ന് പോയി എന്ന് പറഞ്ഞപ്പോൾ അതിനെയും കുറെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ദേവയാനിനെ ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ എന്തെങ്കിലും നിന്റെ മരുമകളുടെ മനസ്സ് നല്ലതാണെന്നും ഒക്കെ നീ തിരിച്ചറിയും, മറ്റുള്ളവരെക്കാളും മുകളിലാണ് നിന്റെ മരുമകൾ എന്നുള്ളതൊക്കെ നീ തിരിച്ചറിയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, ഞാനത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയൂട്ടപ്പോൾ പിന്നീട് പറയുന്നുണ്ടായിരുന്നു, നിന്റെ ഭർത്താവും നിന്റെ മകനും ഒക്കെ ഇങ്ങനെ അതുപോലെ തന്നെ ഇവിടെ മുത്തശ്ശനും എല്ലാവരും തന്നെ ഇങ്ങനെ കമ്പനിയിൽ ഒരുപാട് ബിസിനസ്സിലും ഒക്കെ ഇങ്ങനെ വിജയിച്ചവരാണ്. അപ്പോൾ അവരുടെ ബുദ്ധി ഇങ്ങനെ അതിന് മുകളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അവർ അംഗീകരിച്ചിട്ടുള്ള കുട്ടിയാണ് നയനമോള്, അത് നീ എന്തെങ്കിലും മനസ്സിലാക്കും, ബുദ്ധിയുള്ളവർ അതൊക്കെ എന്നോ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ ദേവയാനി മനസ്സിലോർക്കുന്നത്, അത് ഞാനും മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ഓർക്കുന്നത്. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് നല്ലൊരു മകനെയും അതുപോലെ തന്നെ നല്ലൊരു ഭർത്താവിനെയും കിട്ടി, അപ്പോൾ നീ എന്തെങ്കിലും മനസ്സിലാക്കും, അവർക്കും മുകളിലാണ് നിന്റെ മരുമകൾ എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നയനെ പറ്റി കുറേ കാര്യങ്ങൾ മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനിയാണെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഉള്ളിലെല്ലാം ഇങ്ങനെ മനസ്സിൽ ചിരിച്ചുകൊണ്ട് എല്ലാം ഇങ്ങനെ പുറത്ത് കാണിക്കാതെ പുറത്ത് ദേഷ്യമൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണേ.
അപ്പോൾ ജലജയ്ക്കും ജാനകിക്കാണെങ്കിലും നയനിനെ പറ്റി പറയുന്നൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഓരോന്നിങ്ങനെ പറയുന്നത്. അവർ പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ഇനിയെങ്കിലും നീ ഇങ്ങനെ ബുദ്ധി വികസിക്കാത്തവർ ഈ പറയുന്നൊന്നും കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനിയോടും പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നയനിനെ കുറിച്ച് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്ന സമയത്താണെങ്കിലും ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, അതിന് അവൾ എന്ത് ത്യാഗം അവിടെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല, അത് മനസ്സിലാക്കേണ്ടവരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ മുത്തശ്ശി പറയാണ്. അപ്പോഴും ദേവയാനി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ദേവയാനി അറിഞ്ഞുകൊണ്ട് തന്നെ അതിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന്. പിന്നീട് നയനിയാണെങ്കിലും ഇങ്ങനെ ദേവയാനി അവാർഡ് കൊടുത്ത് ആ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് ദേവയാനി പറഞ്ഞല്ലോ നയനിനോട്, മോളെ വെറുക്കുന്നവർ ഒരുപാടുണ്ട് നമ്മുടെ വീട്ടിൽ, അതുകൊണ്ട് ഇനിയിപ്പോൾ പത്രത്തിലും ന്യൂസിലൊക്കെ മോളുടെ ഫോട്ടോ വരുന്നതും എല്ലാം അവർ കാണണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദർശ് അവിടേക്ക് വന്ന് നയനിനെ വിളിക്കുന്നിട്ടപ്പോൾ, നീ എന്താ കിനാവ് കാണുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ, എന്തായാലും ഇങ്ങനെയുള്ള അവാർഡൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ കമ്പനി തന്നെയാണ് വെക്കാറുള്ളത്, പക്ഷേ നിനക്കിത് ആദ്യമായിട്ട് കിട്ടിയ അവാർഡല്ലേ, അതുകൊണ്ട് നമുക്കിത് വീട്ടിലെ ഹാളിൽ തന്നെ കൊണ്ടുവയ്ക്കാം എന്ന് പറയാണ് കേട്ടോ. അപ്പം അതിനുശേഷം പിന്നീട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് നിന്റെ വീട്ടിൽ ഈ അവാർഡ് കാണിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാണിക്കണം എന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ നമുക്ക് ആദ്യം അവിടേക്ക് പോയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറയാണ്. പിന്നീട് ഇതിൻ്റെ ഇടയ്ക്ക് ആൻമരിയെ വിളിച്ചിരുന്നു, എന്നോട് നന്ദിയൊക്കെ പറഞ്ഞു നിന്നെ വിട്ടതിൽ, പിന്നെ നിൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ടാന്ന് ഇങ്ങനെ നയനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ കമ്പനിക്ക് കിട്ടുന്ന ഒരു പരസ്യമാണ്, അതൊന്നും വേണ്ടാന്ന് വെക്കരുത് എന്നൊക്കെ ആദർശ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് നയന് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ വീട്ടിലേക്ക് വന്നായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചില്ല, എന്തായാലും അമ്മേനെ ഇനിയിപ്പോൾ എന്തായാലും നേരിട്ട് കാണുമ്പോൾ ഒരുമിച്ച് കിട്ടാനുള്ളതൊക്കെ വാങ്ങിക്കാം, അമ്മയ്ക്ക് എന്തായാലും ഫംഗ്ഷന് വന്നതിൻ്റെ ആ ഒരു ദേഷ്യം ഉണ്ടാവും, അതുകൊണ്ട് ഇനിയിപ്പോൾ അമ്മേനെ നേരിട്ട് കാണുമ്പോൾ ഒന്നിച്ച് അങ്ങ് വാങ്ങിക്കാമെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ അമ്മേനെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണെ. പിന്നീട് എന്തായാലും നമുക്ക് ഇറങ്ങാമെന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ എന്ന് ചോദിക്കും, ഇന്ന് കുറച്ച് നേരത്തെ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്തായാലും അവർ നേരെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. കനകയാണെങ്കിലും ഗോവിന്ദന് ചായ എന്തോ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ വേപ്പിലയുടെ ആവശ്യം വരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇനിയിപ്പോൾ വേണമെങ്കിലും ഏതൊരു ചേച്ചി കൊണ്ടു കൊടുക്കാമെന്നൊക്കെ കനക പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ, വീട്ടിൽ ഒരാൾക്ക് ചിക്കൻ ബോക്സ് വന്നാലും മറ്റുള്ളവർക്കും വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് കേട്ടോ ഗോവിന്ദൻ പറയുന്നത്. അപ്പോഴേക്കും ആദർശും നയനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ. അവാർഡൊക്കെ കിട്ടിയതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ മൊമെൻ്റൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ കനകയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മോൻ്റെ അമ്മ ഫംഗ്ഷന് പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ന്യൂസിലൊന്നും മോൻ്റെ അമ്മേനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവാർഡ് വാങ്ങിയ സ്റ്റേജിലേക്ക് കയറുന്ന വരെ അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മ പങ്കെടുത്തത് തന്നെ വലിയ സന്തോഷമായല്ലോ എന്ന് ആദർശം പറയുകയാണ്. പിന്നീട് നന്ദുവിനെ ചോദിക്കുന്ന സമയത്ത് നന്ദുവിനെ കാണാനിപ്പോൾ അങ്ങോട്ട് പോകണ്ട, അങ്ങനെ ചിക്കൻ ബോക്സ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഗോവിന്ദനാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഈ വെയിലത്ത് കറങ്ങി നടക്കല്ലേ, ഇനിയിപ്പോൾ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയാൽ ഇങ്ങനെ ഫ്രണ്ട്സുകളുടെ കൂടെ ഒന്നും കറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഏത് സമയവും ഫ്രണ്ട്സുമായിട്ട് കറക്കാണ്. അപ്പം അങ്ങനെ വന്നതായിരിക്കും ചിക്കൻ ബോക്സ്, അതുകൊണ്ട് ബെഡിൽ ഇങ്ങനെ വേപ്പിലേക്ക് ഇങ്ങനെ വിരിച്ച് കിടത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് മോൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ അവളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആവേശത്തോടെ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ നയനിയാണെങ്കിലും പറയുകയാണ്, ഇതിപ്പോൾ സങ്കടമായല്ലോ എന്ന് പറയും. പിന്നീട് അങ്ങനെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ചിക്കൻ ബോക്സ് ഇങ്ങനെ വലിയ അസുഖമൊന്നുമില്ലല്ലോ, അത് വന്നാൽ കുറച്ച് സമയം എടുക്കും മാറാനേ, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനും പറയാണ്. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛൻ പറയണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പണ്ടത്തെ പോലെ 2 ആഴ്ചയും 3 ആഴ്ചയൊന്നും എടുക്കില്ല, ഇപ്പോൾ ഇങ്ങനെ എളുപ്പം മാറുന്ന മരുന്നുകളൊക്കെ ഉണ്ട് എന്നിങ്ങനെ ആദർശം പറയുകയാണ്. അപ്പോൾ എന്തായാലും കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ വേണ്ടാന്ന് പറയുമ്പോൾ, അത് പറ്റില്ല, നിങ്ങളിങ്ങനെ വെയിലത്ത് നിന്ന് വന്നല്ലേ, അതുകൊണ്ട് നല്ല ചൂടുമല്ലേ, തണുത്ത ഒരു ഗ്ലാസ് മോര് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് നയനിനെ വിളിച്ചുകൊണ്ട് കനക അകത്തേക്ക് അങ്ങ് പോകുന്ന സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ആദർശിനോട്, മോനെ ഒരുപാട് നന്ദിയുണ്ട്, വീട്ടിനുള്ളിൽ തളയ്ക്കപ്പെട്ട ഇങ്ങനെ എൻ്റെ മോനാണല്ലോ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയതും ജോലി കൊടുത്തു എന്നൊക്കെ പറയാണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാണ്, പക്ഷേ അവളുടെ കഴിവിനെ അച്ഛൻ ഇങ്ങനെ കുറച്ച് കാണരുത്, അവളുടെ കഴിവുകൊണ്ട് തന്നെയാണ്, അത് മറ്റുള്ളവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവൾക്ക് ഇങ്ങനെ ഒരു അംഗീകാരമൊക്കെ കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് അതുപോലെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ്റെ മോളുടെ പേരിൽ ഇപ്പോൾ ഒരു കളക്ഷൻസ് തന്നെ ഉണ്ട്, നൈനാസ് കളക്ഷൻസ് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അത് കേട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് ആദർശാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.